അപ്പോൾ ഹേ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നൊരു സന്തോഷകരമായൊരു ദിനമാണ്. എന്താണെന്ന് വെച്ചാൽ നമ്മൾ പോലീസ് ആയിരിക്കുകയാണ് ഗൈസ്. അത്ര വലിയ പോസ്റ്റ് ഒന്നുമല്ല, ഒരു CI. നമുക്ക് വേഗം സ്റ്റേഷനിലേക്ക് പോകാം ഗൈസ്. അവരൊക്കെ എത്തിയിട്ടുണ്ടാവും. വെച്ചാൽ SI ഒക്കെ വന്നിട്ടുണ്ടാവും. അതാ SI അവിടെ നിൽക്കുന്നുണ്ടല്ലോ. നമുക്ക് എന്തായാലും വണ്ടി ഇവിടെ പാർക്ക് ചെയ്യാം ഗൈസ്. വേറെ ആരും വന്നില്ലടാ SI? ഇല്ല മാഡം. ഞാൻ ഗൈസ് യൂണിഫോമൊക്കെ നമുക്ക് തന്നിട്ടുണ്ട്. സോ ഞാൻ യൂണിഫോമൊക്കെ ഇട്ടിട്ടാണ് വന്നിരിക്കുന്നത്. ASI ഇന്ന് ലീവ് എടുത്തു അല്ലേ? അതെ മാഡം. ഞാൻ എന്തായാലും ഇവിടെ നിൽക്കട്ടെ, വല്ല കേസും വരുന്നുണ്ടെങ്കിൽ നോക്കട്ടെ. ഓക്കെ മാഡം. എന്താണ് മാഡം, എൻ്റെ വീട് ഒരുത്തിന് അടിച്ചു മാറ്റിയിട്ട് ആ വീട്ടിൽ നിന്ന് ഇറങ്ങുന്നില്ല. അത് അവൻ്റെ വീടാണ്. ഓക്കെ, ഞാൻ എന്തായാലും അവൻ്റെ വീട്ടിലേക്ക് പോട്ടെ. അപ്പോൾ ഗൈസ്, അവൻ വീടിൻ്റെ ലൊക്കേഷനൊക്കെ അയച്ചു തന്നിട്ടുണ്ട്. എന്താ പ്രശ്നം എന്ന് വെച്ചാൽ അവൻ്റെ വീട്ടിൽ ഒരാൾ കയറിയിട്ട് ഇറങ്ങി കൊടുക്കണില്ല എന്നൊക്കെ പറയണത്. സോ നമുക്ക് അവനെ ഇറക്കി കൊടുക്കാം ഗൈസ്. അതാണ് ഗൈസ് അവൻ്റെ വീടെന്ന് പറഞ്ഞു. ഒരു സൂപ്പറൊക്കെ ഉണ്ട്, മോഡിഫൈഡ് ആണല്ലോ. ഇതിൻ്റെ പേരിൽ അവനെ കേസെടുക്കും. ആരാ? എന്താ? I am CI കത്രീന. ഈ വീട് തൻ്റെ അല്ലല്ലേ? ഇറങ്ങിപ്പോടോ. ഇല്ല മാഡം, ഈ വീട് എൻ്റെതാണ്. ഇതിപ്പോൾ ഞാൻ എൻ്റെതാണെന്ന് സ്വീകരിച്ചു കഴിഞ്ഞത്. ഇറങ്ങിപ്പോടാ. അല്ല പിന്നെ ഇയാൾ വന്നോ? താങ്ക് യു മാഡം, താങ്ക് യു. ഓക്കെ ഗൈസ്, നമ്മളങ്ങനെ വീണ്ടും സ്റ്റേഷനിലേക്ക് തന്നെ എത്തിയിരിക്കണം. വണ്ടിയൊക്കെ പൊളിഞ്ഞു. ഇതേതൊരു പെണ്ണൊക്കെ ഇവിടെ നിന്ന് ഇറങ്ങി പോകണ്ടല്ലോ. നമുക്ക് തൽക്കാലം ഇവനോട് ചോദിക്കാം. എടോ, എന്താ മാഡം? എന്താ പെണ്ണ് പോയത്? പെണ്ണിന്റെ മാലും കുറച്ച് പൈസ ഡയമണ്ട് നെക്ലേസ് ഒക്കെ മോഷ്ടിച്ചിട്ട് വിറ്റിട്ട് ആരോ വീടൊക്കെ മേടിച്ചു പറയുന്നുണ്ട്. ഞാനെന്നാ പെണ്ണിനോടൊന്ന് ചോദിച്ചു നോക്കട്ടെ, അവള് പറയുക നോക്കാം. എടി, എന്താണ് നിന്റെ പ്രശ്നം? സത്യം പറഞ്ഞ മാഡം, ഒരുത്തനെ എൻ്റെ ഡയമണ്ടിന്റെ നെക്ലേസും കുറച്ച് പണവും എൻ്റെ ബാഗൊക്കെ അടിച്ചു മാറ്റിക്കൊണ്ടുപോയി. ഞാനേ അവൻ്റെ ഫോട്ടോ അയക്കാം. ഇവനാണോ അത്? ഇവനല്ല അപ്പൊ ഞാൻ നേരത്തെ കണ്ടത്. ഓഹോ, എന്നാ ഞാൻ ഒന്ന് കണ്ടിട്ടുണ്ട്. എന്താ മാഡം? ഒരു പെണ്ണിന്റെ നെക്ലേസ് ഒക്കെ അടിച്ചു മാറ്റി നീ വീടുണ്ടാക്കി വെച്ചിരിക്കണം അല്ലേ? അപ്പൊ മാഡം അത് അറിഞ്ഞു അല്ലേ? ഇനി മാഡത്തിനെ വെറുതെ വിടില്ല. അയ്യോ മാഡം, അയ്യോ. നീ ചാവേണ്ടവനാടാ. അവിടെ കിടക്കണ. അവൻ എന്താ വിചാരിച്ചേ? CI കത്രീന ആരാന്ന് അവൻ അറിയില്ല. അല്ല പിന്നെ അവൻ്റെ ഒരു തുപ്ര RP വെച്ച് പൊട്ടിച്ചു കളഞ്ഞു പൈസ. അല്ല പിന്നെ അവനെ ആദ്യം ഞാൻ വിചാരിച്ചു, സത്യം പറയാ, അവനൊരു പാവാന്നാ ഞാൻ വിചാരിച്ചത്. അവനെ ഇങ്ങനെയൊക്കെ. എടോ ASI വന്നോ? ഹാഫ് ലീവ് എടുത്തേ? മാഡം. ഞാൻ വിചാരിച്ചു ശരിക്കത്തെ ലീവ് അതാണ് എടുത്തത്. എന്തായാലും ഇനി അടുത്ത കേസ് വരുന്നവരെ ഞാനൊന്ന് നിൽക്കട്ടെ. ചിലപ്പോൾ കേസ് വരുന്നുണ്ടാകില്ല. ബോറടിക്കണേ ഫുള്ള് അല്ല ഗൈസ്. അപ്പോൾ കുറേ നേരമായി ഞാനവിടെ നിന്നൊരു കേസും വരാത്തതുകൊണ്ട് ഞാനങ്ങ് വീട്ടിലേക്ക് പോകുന്നു ഗൈസ്. അല്ല, വെറുതെ അവിടെ നിന്നിട്ടൊരു കാര്യമില്ലല്ലോ. പിന്നെ നമുക്ക് എന്തായാലും ഇറങ്ങിയിട്ട് കുറച്ച് നേരം ഒന്ന് കിടന്നൊക്കെ ഉറങ്ങാം ഗൈസ്. നല്ല ഉറക്ക ക്ഷീണമൊക്കെ ഗൈസ്. ഇപ്പോൾ രാത്രി വെച്ചിട്ടുണ്ട്, എനിക്കൊരു കോള് വന്നു. റെയിൽവേ സ്റ്റേഷൻ്റെ അവിടെ ഒരു മേർഡറൊക്കെ നടന്നിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട്. അത് ഞാൻ എന്തായാലും അതൊന്ന് പോയി നോക്കട്ടെ. എന്തായാലും എനിക്കാണ് പണി കിട്ടിയത് മുഴുവനായിട്ട്. രാത്രി ഒന്ന് സുഖമായിട്ട് കിടന്ന് ഉറങ്ങാൻ വിചാരിച്ചതാണ് ഗൈസ്. റെസ്റ്റ് എടുക്കാൻ വിചാരിച്ചപ്പോഴേക്ക് ഇങ്ങനെ വരുന്നു. പിന്നെ പൂരി മഴ. എടോ, എവിടെയാണ്? റെയിൽവേ സ്റ്റേഷനിൽ. ഞാൻ എന്തായാലും അങ്ങോട്ട് പോയി നോക്കട്ടെ ഗൈസ്. ഇവിടെ എന്തോ ഒരു ലംബോർഗിനിക്കാരൻ ഒരു KTM കാരനെ ഇടിച്ചിട്ടിരിക്കണം. ഇയാളെ ഞാനിന്ന് എടോ. എന്താ മാഡം? വണ്ടി ഇടിച്ചിട്ട് എന്താ മാഡം? ഇറങ്ങടാ വണ്ടിന്ന്. അയ്യോ മാഡം, എനിക്കൊന്നും അറിയില്ല മാഡം. എനിക്ക് ഏതൊരു കൊട്ടേഷൻ തന്നാണ് മാഡം. കൊട്ടേഷനോ? അവൻ്റെ ഒരു കൊട്ടേഷൻ അല്ല പിന്നെ നടു റോട്ടിൽ വെച്ച് ഒരാളെ കൊന്നിട്ട് അവൻ്റെ കൊട്ടേഷൻ അല്ല പിന്നെ. ഇതാണ് ഗൈസ് മേർഡർ നടന്നു എന്ന് പറഞ്ഞത്. ഒരു ബോയ് ഉണ്ട്, ഒരു ഗേളും ഉണ്ട്. നീയാണല്ലേ ആദ്യമായിട്ട് കണ്ടത്? യെസ് മാഡം, ഞാനാണ് ആദ്യമായിട്ട് കണ്ടത്. ഞാൻ ഇങ്ങോട്ട് റെയിൽവേ സ്റ്റേഷനിലേക്ക് എൻ്റെ അനിയത്തിയെ കൂട്ടാൻ വന്നത്. അവളെ ഞാൻ പറഞ്ഞയച്ചു. അപ്പോഴാണ് ഞാൻ ഇവിടെ ഈ 2 ബോഡീസ് കണ്ടത്. ഈ ട്രെയിനിൽ സംശയം. ഡോളോ, ട്രെയിൻ നിർത്തലോ? പറ്റത്തില്ലല്ലോ മാഡം. മാഡം ഒന്ന് മാറിക്കേ. അയ്യോ എടി, നീ ചാടിക്കോ. ഗൈസ്, ഭാഗ്യം ഗൈസ്, നമുക്കൊന്നും പറ്റിയില്ല. അയാളെ ഞാൻ എവിടെ? ഞാനേ എൻ്റെ ഒരു ആളെ വിളിക്കട്ടെ. അയാളിപ്പോൾ വരും. ഇല്ലാന്ന് അയാളെ ഞാൻ ഒന്ന് വിടത്തില്ല. എൻ്റെ ഒരു പോലീസുകാരനെ വിളിക്കട്ടെ. അവൻ വന്നിട്ട് അവനോട് പറയാം നമുക്ക് കാര്യം. ഷമീറിനെ വിളിക്കട്ടെ, അവൻ പറയും. ഇപ്പോൾ വരും ഷമീർ എന്ന് പറഞ്ഞിട്ടുണ്ട് ഗൈസ്. എന്താ യൂട്യൂബിൻ്റെ കീബോർഡ്? ഷമീറേ, അവിടെ ഒരു ട്രെയിൻ വരുന്നുണ്ട്. അടുത്ത സ്റ്റോപ്പിൽ അയാളെ പിടിച്ചിട്ട് ഹാജരാക്കണം സ്റ്റേഷനിൽ നാളെ രാവിലെ. ഓക്കെ? ശരി മാഡം. ഓക്കെ, താൻ പോയിക്കോ. ഓക്കെ മാഡം. യെസ് സാർ. യെസ് മാഡം.
ഓക്കെ ഓക്കെ ഓക്കെ. എന്തായാലും നീ നാളെ രാവിലെ ആവാൻ വെയിറ്റ് ചെയ്യാം. ഗൈസ്, രാവിലെ ആയിട്ടുണ്ട്, നമുക്ക് പെട്ടെന്ന് സ്റ്റേഷനിലേക്ക് പോകണം. ആ ട്രെയിനുകാരനെ പിടിച്ചു എന്നൊക്കെയാണ് പറയണത്. അയാളെ ഞാനിന്ന് എൻ്റെ കൈ വിറക്കണ ഗൈസ്, ഇയാളെ ഞാൻ ഇന്ന് പിടിച്ച് പരിപ്പാക്കും. സ്റ്റേഷനോട് തൊട്ടടുത്ത് തന്നെയാണ്, പറഞ്ഞിട്ട് കാര്യമില്ല. എനിക്ക് ഇത് എടുക്കണം. നീ ഇന്നലെ നിനക്ക് മൊടയായിരുന്നല്ലേ? സോറി മാഡം. ഇറക്കിക്കോ. എന്തിനാ നീ അവരെ കൊന്നേ? അത് ആ പെണ്ണിന്റെ കയ്യിൽ കുറെ നെക്ലേസും ഡയമണ്ടും കുറെ ഓരോന്നുണ്ടായിരുന്നു. അത് കണ്ടപ്പോൾ എനിക്ക് സഹിച്ചില്ല. ഞാനത് അടിച്ചു മാറ്റാൻ നോക്കിയപ്പോൾ ആ ചങ്ങായി എന്നെ കയറി തടഞ്ഞു. അതുകൊണ്ട് ഞാൻ അയാളെ തല കടിച്ചു. അപ്പം പെണ്ണെൻ്റെ കയ്യുമ്പോൾ കടിച്ചു. അവളെ ഞാൻ വെടിവെച്ച് കൊല്ലും ചെയ്തു. ആഹാ, നല്ല മർഡർ ആണല്ലേ മോനെ. വീടിച്ച് ജയിലിൽ കെട്ടടാ ഇവനെ. യെസ് മാഡം. ഗൈസ്, നമ്മൾ വീട്ടിലെത്തിയിട്ടുണ്ട്. 2 ദിവസം ലീവൊക്കെ എടുത്തിട്ടുണ്ട്. നല്ല മഴയും കനത്ത ഈട്ടിയൊക്കെയാണ്. അപ്പോൾ നമ്മുടെ വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യണം. ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മുടെ ചാനലിൽ കുറേ വീഡിയോസും ഷോർട്സും ഒക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതൊക്കെ പോയിട്ട് കാണുക ആൻഡ് ലൈക്ക് ചെയ്യുക. പുതിയ വീഡിയോ ആയിട്ട് എല്ലാവരെയും കാണാം. ഗുഡ് ബൈ ഗയ.